നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡൈപ്പേഴ്സും സാനിറ്ററി പാഡ്സൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് അതൊക്കെ ഡിസ്പോസ് ചെയ്യാനും കത്തിക്കാനും ഇപ്പോൾ വിപണിയിൽ ഇൻസിനേറ്റേഴ്സ് ഒരുപാടുണ്ട്. അതിങ്ങനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോകൾ അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷെ അതൊക്കെ കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ അവരാരും പറഞ്ഞു തരുന്നില്ലായിരിക്കാം. ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തുവാണേലും അത് വളരെ ഉപകാരമുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരമുള്ളൊരു സാധനമായിരിക്കും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഇതുപോലൊരു വീപ്പ എടുത്തിട്ട് ഒരു ക്യാൻ അതെടുത്തിട്ട് അതിൻ്റെ മേലത്തെ ആ റൗണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു കട്ടിങ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റണം. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഒരു വേസ്റ്റ് നമ്മുടെ നനഞ്ഞ ഡൈപ്പറൊക്കെ കത്തിക്കാൻ വേണ്ടി ഒരു വേസ്റ്റ് കത്തിക്കുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീപ്പ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീപ്പയുടെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ആവശ്യമില്ല, നമുക്ക് മാറ്റണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് വേസ്റ്റ് കട്ട് ചെയ്യുന്ന നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മെഷീൻ തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ വെട്ടുകത്തി ഉണ്ടെങ്കിൽ വെട്ടുകത്തിയും ചുറ്റിയിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഞാൻ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് സിമ്പിളായിട്ട്. വെട്ടുകത്തിയും ചുറ്റിലും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഈ മെഷീൻ വേണമെന്ന് തന്നെ ഇല്ല. നമുക്ക് വെട്ടുകത്തിയും ചുറ്റിലും നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത് വെട്ടുകത്തി വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ പോർഷൻ്റെ ബാക്കിയല്ലേ, സൗണ്ട് ഉണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗമാണിത്. നമ്മളൊരു ഹാൻഡ് ഗ്ലൗസ് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ ഈ പോർഷനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും തകരം ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊരു പെയിൻറ്റ് വരുന്നൊരു വീപ്പയാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചളുക്കമുണ്ട്. ഇപ്പോൾ ലോഡിങ് അൺലോഡിങ് ടൈമിൽ തറയിലൊക്കെ ഇറക്കിടുമ്പോൾ ഉണ്ടാകുന്നൊരു സ്ക്രാച്ചാണ്. അപ്പം നമുക്കിതിനകത്ത് നമ്മുടെ പണി തുടങ്ങാം. നമ്മൾ ഓരോ വീഡിയോസും കണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കത്തില്ല. എന്തായാലും ഇപ്പോൾ ഇവർക്ക് കടയിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ സംഭവം ഇങ്ങനെ തീയൊക്കെ പിടിക്കുന്നത്. ഒന്നാമത്തത് അതിൻ്റെ അകത്ത് ഉള്ളത് എണ്ണയല്ലേ, ഒന്നില്ലെങ്കിൽ വല്ല പെട്രോളിയം വരുന്ന സാധനമായിരിക്കും, ഇല്ലെങ്കിൽ പെയിൻറ്റ് പോലത്തെ സാധനങ്ങളായിരിക്കും. അതിലേക്ക് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് വീഴുന്നത് തീപ്പൊരി. അപ്പം ചിലപ്പോൾ കയറി അതങ്ങ് തീ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല, എങ്കിലും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമായത്. അഥവാ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പാനിക്കാവാതെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് നേരം ഒരു അരമണിക്കൂറോളം അങ്ങനെ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കേണ്ട പണിയാണ്. അതിന് ശേഷം അതൊക്കെ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പണി തുടങ്ങിയത്. അങ്ങനെ അതിൻ്റെ എയർ സക്ക് ചെയ്യാൻ വേണ്ടി, എയർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾ ഇടുന്നുണ്ട് ചുറ്റിനും. ഇതിലേക്ക് ഇനി ഇങ്ങനത്തെ 2 കമ്പി പീസുകൾ വേണം കേട്ടോ. അത് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇതെന്തിനാണൊക്കെ നമുക്ക് വഴിയെ കാണാം. നമുക്കത് വീപ്പയിലേക്ക് ക്രോസിൽ വെക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ ഹോൾ ഇടണം. ഹോൾ ഇടാനായിട്ട് ഈ പിന്നിൽ നമ്മൾ മെഷീൻ എടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹോൾ ഇടാൻ പോവുകയാണ്.
ഹോൾ ഇട്ടിട്ട് നമ്മൾ ചെറിയ ഹോളായിരിക്കും നമ്മളത് ആ കമ്പി അടിച്ച് ചുറ്റിയിൽ വെച്ചടിച്ച് കയറ്റുവാണ് കേട്ടോ. മെഷീൻ വെച്ച് ഹോളിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലൊരു മുനയം വെച്ചിട്ട് ചുറ്റിയിൽ വെച്ചടിച്ച് ആ ഹോള് വലുതാക്കി നമ്മൾ ആ കമ്പി കയറ്റുകയാണ് അതിനകത്തേക്ക്. അങ്ങനെ 2 സൈഡിലും ഈ കമ്പി കയറ്റി ക്രോസിൽ വെക്കേണ്ടതാണ്. അപ്പം നമ്മൾ വേസ്റ്റ് കത്തിക്കുന്ന ഹോം മെയ്ഡ് ഇൻസിനേറ്റർ ഉണ്ടാക്കിയേക്കുവാണ്. അപ്പം നമുക്കൊരു മൊത്തത്തിൽ ചില ഒരു 1000 രൂപ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു ഇൻസിനേറ്റർ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്തുള്ള സ്ക്രാപ്പിൽ ചെന്ന് സ്ക്രാപ്പ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വീപ്പ കിട്ടും. അപ്പം ഈ പോർഷൻ നമുക്കൊരു വേസ്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്ന നമുക്ക് വേസ്റ്റ് പുറത്തും തള്ളുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഏരിയ. ആ സമയത്ത് ഈ 2 സൈഡിൽ 2 എയർ ഫ്ലോക്കുള്ളതാണ്. എയർ ഫ്ലോയ്ക്ക് വേണ്ടി അകത്തോട്ട് എയർ സക്ക് ചെയ്ത് വലിക്കാൻ വേണ്ടി തീ കത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എയർ സക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3 ദ്വാരം, അപ്പോൾ 1 2 ഈ ഒരു വശത്തായിട്ട് 3 ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് കാറ്റ് അകത്തോട്ട് വലിച്ചിട്ട് വേസ്റ്റ് പെട്ടെന്ന് കത്തി മാറാനുള്ള ഒരു എളുപ്പത്തിന്. അപ്പോൾ നമ്മൾ അകത്ത് ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കമ്പി എന്ന് പറയുമ്പോഴത്തേക്കും അകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നെറ്റ് ഒരു മെഷ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് കത്തിക്കുമ്പോൾ മെഷീൻ്റെ മണ്ടയ്ക്കാണ് വേസ്റ്റ് വെക്കുന്നത്, അടിയിലാണ് തീ ഇടുന്നത്. നമുക്ക് വേസ്റ്റ് കത്തി തുടങ്ങാൻ വേണ്ടി കുറച്ച് പേപ്പറോ അതുപോലെ എന്തെങ്കിലും നമ്മൾ അടിയിൽ കത്തിച്ചിട്ട് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കത്തിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിയിൽ നിന്ന് തീ വരും. അപ്പം നമുക്കത് ആ മെഷീൻ്റെ മണ്ടയ്ക്ക് നനഞ്ഞ ഡൈപ്പർ, സാനിറ്ററി പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കത്തി മാറും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ഇൻസിനേറ്ററാണ്. സ്മെല്ലും ഒന്നും അധികം ഉണ്ടാകത്തില്ല. അപ്പം നമ്മളിത് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ഐഡിയയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കത്തിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണ്, ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളൊന്ന് ഉണ്ടാക്കി ശ്രമിച്ച് നോക്കി. നമ്മുടെ കുഞ്ഞിൻ്റെ ഡൈപ്പറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിക്കാനും നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലൊരു ഈ വേസ്റ്റ് കത്തിക്കുന്നൊരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിത് ഈ വീഡിയോ കണ്ടിട്ട് പലർക്കും ഇതൊരു പ്രചോദനമായിട്ട് അവരിത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് കത്തിക്കുന്ന പോകുന്ന കാര്യം പറഞ്ഞു തുടങ്ങി. അപ്പം നമുക്കൊരു കാര്യം കൊണ്ട് ഇതിനകത്ത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ എടുക്കുന്ന വീപ്പ അത് ഓയിലാകാം, മറ്റുള്ള പെയിൻറ്റോ മറ്റുള്ള ലിക്വിഡോ കെമിക്കലോ എന്തെങ്കിലും വരുന്നതാകാം. അപ്പം നമ്മൾ അത് എടുക്കുമ്പോഴത്തേക്കും അത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തീ ഉണ്ടായി. അപ്പോൾ അത് നമുക്ക് വീഡിയോ വഴിയെ കാണിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുവാണ്. നമ്മുടെ കൈകളായാലും ഗ്ലൗസ് ഉപയോഗിക്കുക, കണ്ണിന് പ്രൊട്ടക്ഷനായിട്ട് കണ്ണാടി ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്ലാസ് കാര്യങ്ങളെല്ലാം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ വർക്ക് ചെയ്യാവുള്ളൂ. ഇപ്പം പല വീഡിയോ കണ്ടിട്ട് ഇത് എളുപ്പമാണ് സിമ്പിളാണെന്ന് പറഞ്ഞ് ആരും ഇത് അനുകരിക്കരുത്. അപകട സാധ്യത കൂടുതലുള്ളതാണ്. നമ്മൾ ഇത് സേഫ്റ്റി ആദ്യം. അപ്പം നമ്മളിതിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളത് ഇപ്പോൾ തീപിടുത്തം പെട്ടെന്നുണ്ടായാൽ ഇപ്പോൾ ഇതിനകത്ത് കെമിക്കലായിരിക്കും. നമ്മൾ മെഷീൻ കട്ട് ചെയ്യുമ്പോൾ മെഷീനിൽ നിന്നുണ്ടാകുന്ന സ്പാർക്ക് മൂലം തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം നോക്കാൻ ശ്രമിക്കുക. ആരും ഡയറക്റ്റ് ഈ വീപ്പയിൽ അല്ല ഈ ഡ്രമ്മിൽ പിടിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടെമ്പറേച്ചറായി നല്ല ചൂട് നിൽക്കുമായിരിക്കും. അപ്പോൾ അത് കൈകൊണ്ട് പിടിച്ചാൽ കൈ പൊള്ളാനുള്ള സാധ്യതകളുണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെള്ളം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇത് തിരിച്ച് വായു മേലോട്ട് പോകാത്ത രീതി വീപ്പ തിരിച്ച് കമത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും ചെയ്യുമ്പം സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് ചെയ്യുക. നമുക്കിതിനകത്ത് വേസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മളിത് തീ കത്തിച്ച് തുടങ്ങി. അപ്പം നമ്മളിത് തീ പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് ന്യൂസ് പേപ്പറാണ് ആദ്യം ഇടുന്നത്.
ഇത് നോക്കുക, തീ കത്തിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇൻസുലേറ്ററിനകത്ത് കത്തി തുടങ്ങുമ്പോൾ കുറച്ച് പുകയുണ്ടാവും. ഇത് എങ്ങനെയാണ് കത്തിക്കുക. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് എപ്പോഴും ഒരു കമ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഡൈപ്പർ നനച്ചേക്കുവാണ്, എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയാന്ന് പറയും. ഇത് വെള്ളം നമ്മൾ വെറും വെള്ളമില്ലാത്ത എല്ലാ ഡൈപ്പർ നമ്മളിങ്ങനെ ഒരു കമ്പിൽ കുത്തി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ ഡയപ്പർ നമ്മൾ കത്തിക്കാൻ പോവാണ്. നമ്മൾ നന്നായിട്ട് കത്തി അത് തീ നന്നായിട്ട് കയറി പിടിക്കും. ഇതുപോലെ ഒരു കമ്പിയിൽ കുത്തി നമ്മൾ ചെയ്യുവാണെങ്കിൽ എളുപ്പം അത് കത്തി മാറും. കുറച്ച് ന്യൂസ് പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിൽ പന്നിയൊക്കെ മാറി പ്ലാസ്റ്റിക് എല്ലാം കത്തി തീർന്നിട്ടുണ്ട് നന്നായിട്ട്. അതിൽ ജെല്ല് മാത്രം മാറി കിടപ്പുണ്ട്, ബാക്കിയെല്ലാം കത്തി തീർന്നിട്ടുണ്ട്. ഈ ഡ്രമ്മിൻ്റെ താഴെയാണ് ഇതിൻ്റെ വേസ്റ്റൊക്കെ പോയി അടിഞ്ഞ് കിടക്കുന്നത്. അത് തണുത്തതിന് ശേഷം അതിൻ്റെ ചാരം നമ്മൾ കൊട്ടിക്കളയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമുക്ക് ജെല്ല് പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഇതാക്കണ്ട, അത് അടിയിൽ പോയി ആ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. അപ്പം നമ്മൾ ഡയപ്പർ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മൾ തൂക്കുമ്പോൾ ഉള്ള വേസ്റ്റും അങ്ങനെയുള്ള എല്ലാ ചവറും എല്ലാം കത്തിക്കാൻ നമുക്കിതിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇച്ചിരി സേഫ്റ്റി നോക്കുകയാണെങ്കിൽ വളരെ പ്രയോജനമുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഈ ഹോം മെയ്ഡ് ഇൻസിനേറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.